നമസ്കാരം. തൊഴിലാളി യൂണിയനുകൾ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാപക ആക്രമണങ്ങളും ഭീഷണിയും. കോഴിക്കോട് മുക്കം മാർക്കറ്റിലെ മീൻ കടയിലെത്തി സമരാനുകൂലികൾ ഭീഷണി മുഴക്കി. കടയടച്ചില്ലെങ്കിൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്നും കത്തിക്കുമെന്നും ഭീഷണിയുണ്ടായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ T വിശ്വനാഥനാണ് ഭീഷണി മുഴക്കിയത്. അഖിലേന്ത്യാ പണിമുടക്കിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതുണ്ട് എന്നും അതിനിടെ കട തുറക്കാൻ ആര് പറഞ്ഞെന്നും ചോദിച്ചാണ് പണിമുടക്ക് അനുകൂലികൾ എത്തിയത്. വിൽപ്പന നിർത്തിയില്ല എങ്കിൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മണ്ണെണ്ണ കയ്യിലുണ്ട്, ഒഴിക്കാൻ മടിക്കില്ല എന്ന ഭീഷണി കൂടി ഉയർന്നതോടെ വ്യാപാരി മീനുകൾ തട്ടിൽ നിന്ന് എടുത്തു മാറ്റുകയായിരുന്നു. മുക്കത്തെ മിനി സിവിൽ സ്റ്റേഷനും പ്രദേശത്ത് തുറന്ന മാളും സമരാനുകൂലികളുടെ പ്രതിഷേധത്തിൽ രാവിലെ പൂട്ടിയിരുന്നു. പോലീസ് നോക്കി നിൽക്കെ തുറന്നു പ്രവർത്തിച്ച മാളും സമരാനുകൂലികൾ അടപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലുള്ള ഭക്ഷണശാലയും അടപ്പിച്ചു. ബംഗളൂരുവിൽ നിന്നടക്കം വന്ന ദീർഘദൂര ബസ്സുകളും തടയുന്ന സ്ഥിതിയുണ്ടായി. KSRTC സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലടക്കം സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. പലയിടത്തും സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി. ചിലയിടങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം പോലും സമരാനുകൂലികൾ തടസ്സപ്പെടുത്തി. പത്തനാപുരത്ത് ഔഷധി പൂട്ടിക്കാൻ സമരക്കാർ ശ്രമിച്ചു. ആശുപത്രികളിലേക്ക് മരുന്നെത്തിക്കുന്ന അവശ്യ സർവീസായ ഔഷധിയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബലമായി പുറത്തിറക്കുകയായിരുന്നു. കൊല്ലത്ത് നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് എത്തിയ KSRTC ബസ് കണ്ടക്ടർ ശ്രീകാന്തിനെ പണിമുടക്ക് ദിവസം സർവീസ് നടത്തിയത് ചോദ്യം ചെയ്ത് സമരക്കാർ മർദ്ദിച്ചതായും പരാതി വന്നു. കൊല്ലത്ത് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ CITUക്കാർ തടഞ്ഞു. ജീവനക്കാർ എത്തിയെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ഗേറ്റ് തുറക്കാൻ അനുവദിച്ചില്ല. പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭയിലെ നെടുങ്ങോം GHSSൽ ജോലിക്കെത്തിയ അധ്യാപകരുടെ വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റ് സമരാനുകൂലികൾ അഴിച്ചുവിട്ടു. KPSTA, HSTA യൂണിയനുകളിൽപ്പെട്ട 15 അധ്യാപകരാണ് ഹാജരായത്. സമരാനുകൂലികൾ സ്കൂളിൽ കയറി ബഹളമുണ്ടാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് കാർ ഉൾപ്പെടെ 7 വാഹനങ്ങളുടെ കാറ്റ് അഴിച്ചുവിട്ടത്. സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. അധ്യാപകർ ഇപ്പോഴും സ്കൂളിൽ തന്നെ തുടരുകയാണ്. കുട്ടികൾ ഇല്ലാത്തതിനാൽ ക്ലാസ് നടക്കുന്നില്ല. അതേസമയം കാസർഗോഡ് വെള്ളരിക്കുണ്ട് പരപ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. രാവിലെ 10 മണിയോടെ സംഘടിച്ചെത്തിയ ഇടത് നേതാക്കളാണ് അധ്യാപിക സിജിയെ ഓഫീസിൽ പൂട്ടിയിട്ടത്. പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന അധ്യാപിക പ്രഭാവതിയുമായി സമരാനുകൂലികൾ വാക്കേറ്റം നടത്തി. പോലീസ് എത്തിയാണ് വാതിൽ തുറന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപിക പറയുകയായിരുന്നു. അതിനിടെ ആക്രമണത്തെ ന്യായീകരിച്ച ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തുകയായിരുന്നു. പണിമുടക്കിനെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകും, അതാണ് ചെറിയ തോതിൽ നടക്കുന്നത് സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നും അദ്ദേഹം ന്യായീകരിച്ചു. ഇന്ന് പണിയെടുക്കാൻ പാടില്ല, 5 മാസം പ്രചാരണം നടത്തിയാണ് പണിമുടക്ക് നടക്കുന്നത്. KSRTCയിലെ തൊഴിലാളി സംഘടനകൾ നോട്ടീസ് നൽകേണ്ടത് മന്ത്രിക്കല്ല, CMDക്കാണ്. ഇടതുപക്ഷ സർക്കാരിന് തൊഴിലാളി അനുകൂല നിലപാടാണ്. കൂടുതൽ വിവാദത്തിനില്ല. ഇത്തരം വിഷയങ്ങൾ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.